കെ സുധാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. കെ സുധാകരൻ്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങാൻ സാധ്യതയില്ല എന്ന നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായത്തോടും ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അത് തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കും. എന്താ തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുന്നത്? കെ സുധാകരനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ MP സ്ഥാനത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കേണ്ടി വരും, കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കേണ്ടി വരും, MK രാഘവനെ മത്സരിപ്പിക്കേണ്ടി വരും, ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കേണ്ടി വരും. ചുരുങ്ങിയത് 5ഓളം ലോക്സഭാ MP മാരെ ഇവിടെ മത്സരിപ്പിക്കുകയും 5 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതോടുകൂടി ഈ നിയമസഭയിൽ കോൺഗ്രസിന് എന്തെങ്കിലും വിജയസാധ്യത ഉണ്ടെങ്കിൽ അത് അടയുകയും ഒരു വലിയ ചർച്ചയുണ്ടാവുകയും ചെയ്യും. നോക്കൂ, നമ്മളുടെ തിരഞ്ഞെടുപ്പുകളുടെ എക്സ്പെൻസ് എത്രയാണെന്നറിയാമോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം എക്സ്പെൻസ് കണക്ക് കൂട്ടിയാൽ 1.35 ലക്ഷം കോടിയാണ്. അമേരിക്കയിൽ നടന്ന 2020 തെരഞ്ഞെടുപ്പിൽ 1.20 ലക്ഷം കോടിയാണെങ്കിൽ ഇന്ത്യയിലത് 1.35 lakh crore ആണ് എന്നാണ് സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് പറയുന്നത്. ഒരു സീറ്റിലേക്ക് ഇലക്ഷൻ കമ്മീഷന് മാത്രം ഒരു ബൈപോൾ ഇലക്ഷൻ ലോക്സഭയിലേക്ക് നടത്താൻ വേണ്ടുന്ന ചിലവ് 9 കോടി രൂപയാണ്. നിയമസഭയിലേക്ക് ഒരു ബൈപോൾ ഇലക്ഷൻ നടക്കാൻ വേണ്ടുന്ന ചിലവ് 3 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 5 ലോക്സഭാ MP മാർ കേരളത്തിൽ ലോക്സഭാ സീറ്റ് വിട്ട് നിയമസഭയിൽ മത്സരിക്കാൻ വരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത്? 9 into 5, ദാറ്റ് മീൻസ് 45 CR ആണ് സ്റ്റേറ്റിന് നഷ്ടപ്പെടുന്നത്. ഇത് കൂടാതെയാണ് ഈ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെലവഴിക്കുന്ന പണം. അപ്പോൾ ഈ സർക്കാരിൻ്റെ പണമാണ്, ടാക്സ് മണിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ പോകുന്നത്. ജനങ്ങൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: നിങ്ങളെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ലോക്സഭയിൽ ഇരിക്കാനാണ്. 5 വർഷം നിങ്ങൾക്ക് കാലാവധിയുണ്ട്. ഇവിടെ നിയമസഭയിൽ മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള സംസ്ഥാനത്ത് നേതാക്കളും ചെറുപ്പക്കാരും ഉണ്ടാവോ എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് ലോക്സഭയിൽ ഞങ്ങളുടെ വോട്ട്, അതും വലിയ ഭൂരിപക്ഷത്തിൽ കൃത്യമായ മാൻഡേറ്റോടു കൂടി നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കാനോ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് തടയാനോ വേണ്ടി കേരളം കൊടുത്ത മാൻഡേറ്റാണ്. അവിടെ നിന്ന് നിങ്ങൾ വന്ന് ഇവിടെ മത്സരിക്കാൻ വരുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാമല്ലോ, KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ഉപേക്ഷിച്ചാണ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ വന്നത്. ഇപ്പോഴും KC വേണുഗോപാലിൻ്റെ പുറത്ത് ടാഗുണ്ട്. രാജ്യസഭയിൽ BJPക്ക് ഒരു സീറ്റ് കൊടുത്തിട്ട് ലോക്സഭയിൽ മത്സരിച്ചു. എന്തിനാ? KC വേണുഗോപാൽ അധികാരത്തിലെത്തിയാൽ മന്ത്രിയാവുക എന്നതാണ് ലക്ഷ്യം. അതും കേരളം പിടിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഇതൊക്കെയായിരുന്നു അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്തിനാ ഈ MP മാർ കൂട്ടത്തോടെ മത്സരിക്കണം? കെ സുധാകരൻ കൂട്ടത്തോടെ മത്സരിക്കണം എന്ന് പറയുന്ന ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ടൊക്കെ സാഹചര്യം ഒന്ന് മത്സരിച്ച് വിജയിക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇക്കുറി മത്സരിച്ച് കിട്ടിയില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ കിട്ടില്ലെന്ന് ഈ നേതാക്കന്മാർക്കൊക്കെ നന്നായിട്ടറിയാം. ഇക്കുറി 5 വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അടുത്ത 5 വർഷം കഴിയുമ്പോഴേക്കും ഭരണവിരുദ്ധ വികാരം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയാവും. കാര്യം ഉമ്മൻചാണ്ടിയെ പോലും നേതാവ് പോലും ഇപ്പോൾ അവരുടെ ഇടയിലില്ല. അതുകൊണ്ട് അടുത്ത 10 വർഷത്തേക്ക്, ഇപ്പോൾ മത്സരിച്ചില്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാനേ കഴിയില്ല എന്നുള്ളത് കെ സുധാകരന് വ്യക്തമായിട്ടറിയാം. അടുത്ത് മത്സരിച്ചാൽ പോലും മന്ത്രിയാവാൻ കഴിയില്ല, അധികാരത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ജയിച്ചാൽ മന്ത്രിയാവും, അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് മന്ത്രിക്കുപ്പായം തയ്ച്ചു വയ്ക്കാൻ ഒരു നേതാവിനും കഴിയില്ല. വളരെ സിമ്പിൾ കോമൺ സെൻസ് ആണ് മാധു. അതായത് ഈ 5 വർഷം കോൺഗ്രസിന് കിട്ടി, മന്ത്രിയായില്ല എന്നിരിക്കട്ടെ. ഈ 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. സ്വാഭാവികമായും ഒരു തുടർഭരണം കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വലിയ ഇമാജിനേഷൻ, പൊളിറ്റിക്കൽ ഇമാജിനേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംവിധാനം കോൺഗ്രസിൽ ഇല്ല ഇപ്പോൾ. മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടുന്ന ബഹളങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് തമ്മിൽ തല്ല് കോൺഗ്രസിൽ ഉണ്ടാകുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അടുത്ത 10 വർഷത്തേക്ക് മന്ത്രിക്കുപ്പായം കിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവിലാണ് MP മാർ ഇക്കുറി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നത്. ഇതാണ് പോയിന്റ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു ശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരമായിട്ട് അത് മാറ്റും. അങ്ങനെ വരുമ്പോൾ അത് മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ബാധിക്കും. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ എന്ന ലോക്സഭാ MP കേരളത്തിൽ ഇക്കുറി നിയമസഭയിൽ കണ്ണൂരിൽ സീറ്റ് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു സിമ്പിൾ കോമൺ സെൻസ് ആണ്. രണ്ടാമത്തത്, കെ സുധാകരനെ ഇത്തവണ ഇവിടെ മത്സരിപ്പിക്കുകയാണ്, നിയമസഭയിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നം അവിടെ വരും. എന്താ പ്രശ്നം എന്ന് പറയുന്നത്? കെ സുധാകരന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ കുറച്ചു നേരം പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇപ്പോഴുമില്ല. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങൾ നൽകുന്നത് കണ്ടിട്ടുണ്ട്. ഓർമ്മക്കുറവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ആരോഗ്യ പരിമിതി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതെല്ലാ നേതാക്കൾക്കും അറിയാം. പല കാര്യങ്ങളും അദ്ദേഹം മറന്നുപോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സുധാകരന് ആ സീറ്റ് വെച്ചു കൊടുക്കുക, ലോക്സഭയിലേക്ക് വിജയിച്ചു പോകുന്നത് പോലെ അല്ലല്ലോ സംസ്ഥാന നിയമസഭയിലേക്ക് പോവുക എന്നുള്ളത്, അതും സാധ്യമാവുന്ന ഒന്നല്ല. മാത്രവുമല്ല, അദ്ദേഹം
ഒരു സംവിധാനത്തെ മുഴുവൻ ഈ സമയത്ത് വിജയസാധ്യതയുള്ള സംവിധാനത്തെ മുഴുവൻ കുറച്ച് സമയത്തേക്കെങ്കിലും ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടുമല്ലാതെ യഥാർത്ഥത്തിൽ കെ സുധാകരന് ഇങ്ങനെ ആഗ്രഹിക്കാമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കെ സുധാകരൻ മൊത്തം എത്ര തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്നാ? 12 തവണ കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ 4 തവണ ലോക്സഭയിലേക്കാണ്, 8 തവണ നിയമസഭയിലേക്കാണ്. എടക്കാട് നിന്ന് മാത്രം 3 തവണ മത്സരിച്ചിട്ടുണ്ട്. അതിൽ 1 തവണ മാത്രം പരാജയപ്പെട്ടെങ്കിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിലെത്തി. പക്ഷേ പിന്നീട് സുപ്രീം കോടതി തന്നെ ജയിച്ച ആ എടക്കാട് നിന്ന് വരുന്ന വിധിയെ വീണ്ടും റദ്ദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതെ, എടക്കാട്. അതിനുശേഷം പിന്നീട് എടക്കാട് തലശ്ശേരി മത്സരിച്ചു, തോറ്റു. എടക്കാട് 3 മത്സരിച്ചു, 3 തോറ്റു. പിന്നീട് അദ്ദേഹം ഉദുമയിൽ മത്സരിച്ചു, അതും തോറ്റു. ആകെ ജയിച്ചത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ നിന്ന് 3 തവണ അദ്ദേഹം ജയിക്കുന്നുണ്ട്. എൻ രാമകൃഷ്ണൻ അന്ന് വിമതനായിട്ട് മത്സരിച്ചു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് 96-ൽ വരുന്നത്. 2001-ൽ കാസിം ഇരിക്കൂറിനെ പരാജയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ലോക്സഭയിലേക്ക് പോകുന്നല്ല, 2006-ൽ KP സഹദേവനെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ലോക്സഭയിലേക്ക് KK രാഗേഷിനെ പരാജയപ്പെടുത്തി പോകുന്നത്. പിന്നീട് PK ശ്രീമതിയോട് പരാജയപ്പെടുന്നു. പിന്നീട് വീണ്ടും അതേ ശ്രീമതിയെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് MV ജയരാജനെ പരാജയപ്പെടുത്തുന്നു. 4 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു, 3 തവണ വിജയിച്ചു. 8 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, അതിലും 3 തവണ വിജയിച്ചു. 12 തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു. അതിൽ 2 തവണ ജനതാ പാർട്ടിയാണെന്ന് പറയാം. ബാക്കിയുള്ള 8 തവണ 12 തവണ മൊത്തം മത്സരിക്കാൻ അവസരം കൊടുത്തു. 8 തവണ നിയമസഭയിലേക്ക്. അതിൽ 5 തവണയും മത്സരിച്ചത് കോൺഗ്രസ് പാർട്ടി, 6 തവണയും മത്സരിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. എന്നിട്ടും സുധാകരൻ എന്തുകൊണ്ടാണ് ഈ മത്സരത്തിനുള്ള ഭ്രമം? ഇതാണ് G സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചത്. G സുധാകരൻ 7 തവണ നിയമസഭയിൽ മത്സരിച്ചയാളാണ്. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന പരമാവധി സീറ്റുകൾ നോക്കൂ. ഞാൻ എണ്ണി നോക്കിയപ്പോൾ അദ്ദേഹത്തിനും VS-നും തമ്മിൽ 1-2 സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. പിണറായി വിജയനും അദ്ദേഹവും തമ്മിൽ നോക്കിയാൽ ഇദ്ദേഹമാണ് നിയമസഭാ സീറ്റുകളിൽ മത്സരിച്ചതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പാലുള്ളി മുഹമ്മദ് കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇദ്ദേഹത്തിന് അത്ര, G സുധാകരൻ അത്ര പോലും മത്സരിച്ചിട്ടില്ല. ഇവിടെയാണ് 2 സുധാകരന്മാരെ സംബന്ധിച്ചും മത്സരിച്ച് അധികാരത്തിലെത്തുക എന്നൊരാഗ്രഹം ഈ കാലത്തുണ്ടാവുന്നത്. അതിനുള്ള ചേതോവികാരം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാചകമാണ്, അതൊരു പാർലമെന്ററി വ്യാമോഹമാണ്. അത് കെ സുധാകരന്റെ കാര്യത്തിലാണെങ്കിൽ അതിനകത്തൊരു പിണറായി വിരുദ്ധത കൂടെയുണ്ട്. പിണറായി വൈരാഗ്യമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇപ്പോൾ നയിക്കുന്ന ഒരു സിംഗിൾ പൊളിറ്റിക്കൽ ഫാക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ CPM-മാരും അല്ല, പിണറായി വിജയനെ ഒരു ദിവസമെങ്കിലും ജയിലിനുള്ളിൽ കിടത്താൻ കഴിയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാവുക എന്ന വളരെ സിമ്പിൾ ലോജിക്കിലേക്ക് കെ സുധാകരൻ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വാശിയോട് പറയുന്നത്. 3 തവണ അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കും എന്ന് 3 തവണ നമ്മുടെ ബൈറ്റിൽ പറയുന്നത് നമ്മൾ കേട്ടു. 101% ഞാൻ മത്സരിക്കുമെന്ന് പറയുന്നു. കാര്യം അദ്ദേഹത്തിന് അറിയാം ഇക്കുറി എത്തിയാൽ അദ്ദേഹം കൊതിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ഒരു ദിവസമെങ്കിലും വിജിലൻസിന്റെ അന്വേഷണത്തിൽ പിണറായി വിജയനെയോ പെടുത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. സ്വാഭാവികമാണ്. പഴയ ബ്രണ്ണൻ കോളേജിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോഴും ആ പഴയ ഫുട്ബോളിലെ ടോപ്പ് ബാക്ക് കീപ്പറായ പഴയ സുധാകരനിൽ നിന്ന് സുധാകരൻ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്, അതിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തരാകാത്ത മറ്റു പലരുമുണ്ട്. അതെ, അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രത്യേക ആക്ഷൻ അല്ലേ? പക്ഷെ അവിടെ കുറച്ചുകൂടി വിശാലമായ ഒരു രാഷ്ട്രീയം അവിടെയുണ്ട്. അവിടെ ആ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള സ്വന്തം താല്പര്യമല്ല, പാർട്ടി തീരുമാനിക്കുകയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കണം. മുന്നണി രാഷ്ട്രീയത്തിൽ ആര് വരണമെന്ന് അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ പാർട്ടി തീരുമാനിക്കുന്നു പിണറായിയുടെ കാര്യത്തിൽ, മുന്നണി തീരുമാനിക്കുന്നു ആര് നയിക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ കെ സുധാകരന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് VD സതീശൻ പ്രതിപക്ഷ നേതാവായി ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കട്ടെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെയും തീരുമാനിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയുണ്ട്, KC ഉണ്ട്, VD സതീശനുണ്ട്. അപ്പോൾ അവിടെ പാർട്ടി അദ്ദേഹത്തെ കണ്ണൂരേക്കൊരു നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ വൈകി ആ സ്ഥാനം കിട്ടിയെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാര്യം 2021 മാത്രമാണ് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആവുന്നത്. വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു ഫുൾ പ്രസിഡന്റ് പദവി കിട്ടുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന് കുഴപ്പം? രമേശ് ചെന്നിത്തല സ്ഥാനം ഒഴിയുന്ന സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു അടുത്തത് വരാൻ പോകുന്നത് കെ സുധാകരനായിരിക്കും. വന്നില്ല, VM സുധീരന് കൊടുത്തു. VM സുധീരൻ ഒഴിഞ്ഞപ്പോൾ വിചാരിച്ചു കെ സുധാകരൻ വരും, വന്നില്ല. അന്ന് വലിയ തർക്കമായിരുന്നു. MM ഹസന് കൊടുത്തു. MM ഹസൻ ഒഴിയുമ്പോഴെങ്കിലും കെ സുധാകരൻ വരുമെന്ന് കരുതി, അപ്പോഴും വന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന് കൊടുത്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അവിടെ കെ സുധാകരനെ കൊണ്ടുവരുമെന്ന് നമ്മളെല്ലാവരും കരുതി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറിയില്ല. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായി നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഒടുവിൽ ആ തെരഞ്ഞെടുപ്പ് തോറ്റു. അമ്പയെ പരാജയപ്പെട്ട് പിണറായിക്ക് 2ാം ഊഴം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് കെ സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചത്. വൈകി വന്ന KPCC പ്രസിഡന്റ് സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരനോട് നീതി കാട്ടിയോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ കിട്ടിയ പാർട്ടിയെ അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന്
രണ്ടാമത്തെ ചോദ്യമാണ്. സെമി കേഡർ എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നത് അവിടെയാണ്. സെമി കേഡർ പോയിട്ട് ക്വാർട്ടർ കേഡർ പോലും പാർട്ടി ആയില്ല എന്നതാണ് വാസ്തവം. പിന്നീടാണ് പാർട്ടി കെട്ടുറപ്പുള്ളൊരു സംവിധാനത്തിലേക്ക് വരണമെന്നൊരു തീരുമാനമുണ്ടാവുന്നത്. അത് ഇപ്പോൾ ഏറെക്കുറെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒന്ന് സജ്ജമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഒരു വാസ്തവം. എപ്പോഴും ഈ രാഷ്ട്രീയത്തെ മല്ലയുദ്ധമായി പരിണമിപ്പിച്ചു എന്നുള്ളതാണ് കെ സുധാകരന് കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ളൊരു പ്രസക്തി. കാര്യം അദ്ദേഹം എപ്പോഴും ഫിസിക്കലായിട്ടാണ് വെല്ലുവിളിക്കുന്നത്. പ്രത്യേകിച്ച് എം വി രാഘവനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ കെ സുധാകരന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വർദ്ധിത വീര്യമാണ്. കെ സുധാകരൻ ഒപ്പം എം വി രാഘവൻ, ഇതാണ് ആ കോംബോ. വലിയ വീര്യമാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി അണികളെ ഇറക്കിക്കൊണ്ടുവരും. നാൽപ്പാടി വാസു വധക്കേസിന്റെ സമയത്ത് പ്രതിയേർക്കപ്പെടുന്ന സമയത്തും ആവേശത്തോടെ അണികളെ ആഹ്വാനം ചെയ്യും. ഇ പി ജയരാജന്റെ വധശ്രമ കേസിൽ ഉൾപ്പെടുന്ന സമയത്തും CPM വിരോധം കൊണ്ടും പിണറായി വിരോധം കൊണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിലെ അണികളെ സൃഷ്ടിച്ച നേതാവാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ. അതിനും വലിയ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗോഡ് ഫാദർ കെ സുധാകരനില്ല. അണികളാണ് കെ സുധാകരൻ്റെ എന്നത്തെയും കരുത്ത്. പക്ഷേ കെ സുധാകരൻ്റെ ശാരീരികാരോഗ്യ പരിമിതികൾ അദ്ദേഹത്തെ ഇനിയൊരു അംഗത്തിന് സാധ്യതയുണ്ടെന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ നിയമസഭയുടെ കാര്യത്തിൽ ലോക്സഭയിൽ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്ന ജോലി അദ്ദേഹം ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയും ആഗ്രഹിക്കുന്നത്. തിങ്കളാഴ്ച ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുധാകരനെ പാർട്ടി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തും. പൊട്ടിത്തെറിച്ച് പുറത്തു വന്നാൽ കെ സുധാകരന് എന്താണ് രാഷ്ട്രീയ ഭാവി എന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.